ഈ ഇസ്തിഗാസയും തവസ്സുലും യഥാർത്ഥത്തിൽ ഈ രണ്ട് പദങ്ങളും മുസ്ലിം സമൂഹത്തിൽ എല്ലാവർക്കും അറിയുന്ന പദങ്ങളാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളോട്, ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, കാലങ്ങളായി ഇവർ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന, ആളുകളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ ആശയങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്ന് മനസ്സ് വെച്ച് എല്ലാവരും പഠിക്കാൻ തയ്യാറാകേണ്ട രണ്ട് പദങ്ങളാണ് ഈ തവസ്സുൽ, ഇസ്തിഗാസ എന്നൊക്കെ പറയുന്ന പദങ്ങൾ. ഒന്ന് ശ്രമിച്ചാൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും. ഇത് രണ്ടും ദീനിലുള്ളതാണ്, എല്ലാവർക്കും സംശയമൊന്നുമില്ല. തവസ്സുലിന് ഒരുപാട് തെളിവുകൾ ദീനിൽ നമുക്ക് കാണാൻ പറ്റും. ദീനിലുള്ള തവസ്സുലുണ്ട്. അതേപോലെ തന്നെ ഇസ്തിഗാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തിയ സമയങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനിലൂടെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ദീനിലുള്ള കാര്യമാണ്, ദീനിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഇവർ ചെയ്യുന്ന എന്താ, ദീനിലില്ലാത്ത പലതും. ഇപ്പം ഫത്താവ മുഹിയുസുന്ന, അതിൽ പിന്നെ പൊന്മൺ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, അവരെ വിളിച്ച് സഹായം ചോദിക്കുകയാണ്. അത് പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഖുർആനിനെതിരാണ്, അത് ഇസ്ലാമിലുള്ള വിഷയമല്ല. ഇപ്പോൾ തവസ്സുൽ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് ഉദ്ധരിച്ച് തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അനുവദിക്കപ്പെട്ട കാര്യമാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം, അതൊരു തവസ്സുലാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പിന്നെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്ത നന്മകളെ മുന്നിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, തവസ്സുലാക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവിനോട്. അതേപോലെ ജീവിച്ചിരിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്, ആ ജീവിച്ചിരിക്കുന്ന നമുക്ക് നല്ലൊരാളാണ് തോന്നുന്ന ഒരാളോട് എന്ത് ചെയ്യുക, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. നബിയുടെ കാലഘട്ടത്തിൽ അതൊക്കെ ഉണ്ടായി. ചില പണ്ഡിതന്മാരതിൽ തവക്കുലിനെ ബാധിക്കുമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരിക്കണമെങ്കിൽ പോലും അത് ഇസ്ലാമികത്തെ പണ്ഡിതന്മാർ മൊത്തത്തിൽ പറഞ്ഞു വന്ന വിഷയമാണ്. അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ, ഞാൻ പാപങ്ങൾ ചെയ്തു പോയി, അള്ളാഹു എനിക്ക് ആ പാപങ്ങൾ നീ പുറത്ത് തരുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് പറയാം. ഇങ്ങനെ ഇസ്ലാം ഒരുപാട് മേഖലകൾ അനുവദിച്ചു തന്നിട്ടുണ്ട്, ഖുർആനിലും ഹദീസിലുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുക. ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ചപ്പോൾ ആദം നബിൻ്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്, നൂഹ് നബിൻ്റെതുണ്ട്, ഇബ്രാഹിം നബിൻ്റെതുണ്ട്, അയ്യൂബിന്, എല്ലാ നബിമാരും ആരും അള്ളാഹു അല്ലാത്തവർ എന്ത് ചെയ്തിട്ടില്ല, ഇസ്തിഗാസ നടത്തിയിട്ടില്ല. അത്തരം പ്രാർത്ഥനകൾ ഷിർക്കാണ്. അത് നമ്മൾ ചെയ്താൽ നരകത്തേക്ക് പോകുന്നതാണ് നമ്മളെ സെലഫികളായ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.